ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളെ ഞാനിന്ന് കണ്ടു മൂർത്തി. ആരുടെ കാര്യമാണ് മാഡം പറയുന്നത്? ഞാനിന്ന് അവളെ കണ്ടു. പഴയ അർച്ചനെ. ഞാൻ അവളെ കണ്ടതാണല്ലോ. അവൾ എന്നെ വിളിച്ചതുകൊണ്ടാണല്ലോ ഞാൻ തിരിഞ്ഞു നോക്കിയതും അവളെ കണ്ടതും. അതൊക്കെ സമ്മതിച്ചു. ഏട്ടാ എത്ര വലുതായിട്ടാ ഏട്ടത്തെ സ്നേഹിക്കുന്നത് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാം. ഒരേ ഒരു തവണ ഏട്ടനെ ഏട്ടത്തെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഏട്ടത്തെ ഏട്ടനെ അന്വേഷിച്ച് വരാത്തെ? നമുക്ക് ഏട്ടത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിലും സ്വന്തം ഭർത്താവിനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ ഏട്ടത്തിക്ക് എങ്ങനെ മറക്കാൻ പറ്റും? നമ്മൾ അന്വേഷിച്ച് ഏട്ടത്തി വരാതിരിക്കോ? ഏട്ടാ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഏട്ടത്തി വന്നേനെ. അവൾ ആരുടെങ്കിലും ബന്ധനത്തിലാണെങ്കിലോ? ആരോ അവളെ തടഞ്ഞു വെച്ചിരിക്കുക. എനിക്ക് ഉറപ്പാ നമ്മുടെ കയ്യെത്തും ദൂരത്തിനടുത്ത് എവിടെയോ എന്റെ അർച്ചനയുണ്ട്. ആ തടവറയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ അവളിപ്പോഴും സങ്കടപ്പെടുകയായിരിക്കും. ഈശ്വര, ഇയാൾ എന്തൊരു മനുഷ്യനാ. ശരിക്കും അർച്ചന ഇപ്പൊ എവിടെയായിരിക്കും? എടാ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം കേവലം രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ളതല്ല. ആത്മാവിന്റെ ഉള്ളിൽ രണ്ട് പ്രാണനുകൾ തമ്മിൽ ചേർത്ത് വെച്ചതാ. അവളും ഞാനും രണ്ടല്ല, ഒന്നാണ്. എന്റെ ഉള്ളിൽ ഇപ്പോഴും തുടിക്കുന്ന പ്രാണൻ അത് ആരുടേതാണെന്നറിയോ? അത് അവളുടേതാ, എന്റെ അർച്ചനയുടേതാ. എന്തൊരു പ്രണയം! ഇതുപോലൊരാളെ ഭർത്താവായി കിട്ടാൻ ഏത് പെണ്ണാ കൊതിക്കാത്തത്? എടാ, ഇനി ഒരു തവണ കൂടി അവള് മരിച്ചെന്ന് നീ എന്റെ മുമ്പേ നിന്ന് പറയരുത്. എനിക്കത് താങ്ങാൻ കഴിയില്ല. എനിക്ക് ബ്ലഡ് തന്നത് ആരാന്ന് അമ്മയ്ക്ക് അറിയാമോ? ഇല്ല. ആരാ? എന്റെ ഫ്രണ്ട് ഗൗരിയുടെ അമ്മയില്ലേ, സമൃദ്ധ ആന്റി. ആ ആന്റിയാ എനിക്ക് ബ്ലഡ് തന്നത്. കേറി കേറി എന്റെ വീടിനകത്ത് വരെ വന്നിട്ടും അവളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. അതാരുടെ കുറ്റാ? എന്റെ പിഴയാ. ഞാനത് മനസ്സിലാക്കേണ്ടതായിരുന്നു. അവൾക്ക് ഓർമ്മയില്ലെന്ന് നിനക്ക് ഉറപ്പാണോ? ആശുപത്രി മുറ്റത്ത് അവൾ വന്നിറങ്ങിയപ്പോ അവൾ എന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയതാ. പക്ഷെ എന്നിട്ടും അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താ? അവക്ക് ഓർമ്മയില്ലെന്നല്ലേ? അതോ അവൾ എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോയതാണോ? ഒരു കാര്യം നീ മറക്കരുത്, നിന്റെ ആജന്മ ശത്രുവാണ് നിന്റെ ബെഡ്റൂം വരെ കയറിയിട്ട് പോയത്. നിന്നേക്കാൾ സ്നേഹമാണ് നിന്റെ മോക്ക് അവളോടിപ്പോ. ഇതെല്ലാം അവൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ലാന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയോ? നീ ഞെട്ടണ്ട. നിന്നെ തീർക്കാൻ എന്ത് വഴിയും അവള് നോക്കുമെന്ന് പണ്ടേ നിനക്കറിയാലോ. അറിയാം, ഒരവസരം കിട്ടിയാ അവൾ എന്നെ തകർക്കും.
പക്ഷെ അവളും കുഞ്ഞും എങ്ങനെ ഗോകുലിന്റെ ഭാര്യയും മകളുമായി? നീ കണ്ടുപിടിക്ക്. ഹ്, അല്ലെങ്കിലും നീ എന്തിനാ അറച്ചു നിൽക്കുന്നെ? അവള് നിന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. ധൈര്യമുണ്ടോ നിനക്ക്? എന്തിന് ഗോകുലിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് നേർക്ക് നേരെ അവളെ കാണാൻ? എന്നിട്ട് നിന്റെ സംശയം നേരിട്ട് തന്നെ തീർത്തേക്ക്. ഒരു കാര്യം നീ മറക്കരുത്. മുൻപ് നെല്ലിശ്ശേരിയിൽ നിന്ന് പോകുന്നത് വരെ നിനക്കൊരിക്കലും അവളെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ ഇപ്പോഴത്തെ നീക്കം തിരിച്ചറിയാൻ എന്താണൊരു വഴി? അത് പറയ്. ഒരു വഴിയേ ഉള്ളൂ. അവള് നിന്റെ മുമ്പിൽ അഭിനയിക്കുകയാണോ അല്ലയോ എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. അതിന് നീ ഗോകുലിന്റെ വീട്ടിൽ പോകണം, അവളെ കാണണം. മാഡം, എന്താ മൂർത്തി? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. രാജീവിന് ഒരു രഹസ്യം ആരോടും പറയില്ല. അയാൾ പൂർണ്ണമായും കോമയിലേക്ക് പോയി കഴിഞ്ഞു. സംസാരിക്കാൻ പോയിട്ട് കയ്യോ കാലോ ഒന്ന് അനക്കാൻ കൂടി പറ്റില്ലെന്നാ ഡോക്ടർമാർ പറയുന്നത്. അല്ല, ഇത്രയ്ക്ക് സന്തോഷമുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടും മാഡത്തിന് എന്താ ഒരു സന്തോഷമില്ലാത്തത്? എന്നെ കൊല്ലാൻ വന്നൊരു കാട്ടുമൃഗത്തിനെ ഞാൻ വീഴ്ത്തി. ഇനി ആ കിടപ്പിന്ന് ആ മൃഗം എഴുന്നേക്കില്ല. പക്ഷേ എന്റെ യഥാർത്ഥ ശത്രു മറ്റൊരു രൂപത്തിൽ എന്റെ മുന്നിൽ അവതരിച്ചു കഴിഞ്ഞു. ആര്? അവളെ ഞാനിന്ന് കണ്ടു മൂർത്തി. ആരുടെ കാര്യമോ മാഡം ഈ പറയുന്നത്? ഞാനിന്ന് അവളെ കണ്ടു. പഴയ അർച്ചനെ. അവളുടെ ഈ രണ്ടാം വരവ് പുതിയ യുദ്ധത്തിനുള്ള വെല്ലുവിളിയാണോന്ന് അറിയണമെങ്കിൽ അവളെ നേരിട്ട് കാണുക തന്നെ വേണം. രാജീവ് എന്തിനാ തന്നെ കാണണമെന്ന് പറഞ്ഞേ? രാജീവ് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ആകെ പറഞ്ഞതിൽ നിന്നുമെല്ലാം എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായത്. എന്താ? എന്റെ പേര് സമൃദ്ധ എന്നല്ല പോലും. എന്നിട്ട് പിന്നെന്താ പറഞ്ഞേ? പിന്നെ ഗോകുലിന്റെ കാര്യം എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അതെനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. ആ, പിന്നെ ഒരു കാര്യം, രാജീവിന്റെ മുഖത്തെ ഭാവത്തേന്ന് എനിക്ക് മനസ്സിലായതാ ആരുടെയോ ഓർമ്മ മായിച്ചു എന്നൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് രാജീവ് പേരെന്തെങ്കിലും പേര് പറയുകയോ അങ്ങനെ തന്നെ ചെയ്തോ? എനിക്കതൊന്നും മനസ്സിലായില്ല.